ക്വസ്റ്റ്യൻ നോക്കാം. The number of common terms in the progression 4, 9, 14, 19 up to 25th term and 3, 6, 9, 12 up to 37th terms. Again വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, നമുക്ക് 4, 9, 14 ഇങ്ങനെ പോയി അവർ 25th ടേം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 + 24 × 5 ചെയ്യണം. അത് 124 അപ്പോൾ 124 വരെയാണ് ആദ്യത്തെ സീക്വൻസ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 5 ആണ് കേട്ടോ. D1 = 5 ആണ്. ഇനി രണ്ടാമത് നോക്കിക്കേ, 3, 6, 9, 3, 6, 9, 12 അങ്ങനെ പോയി എത്രാമത്തെ ടേം വരെ പറഞ്ഞിട്ടുണ്ട്? 37ാമത്തെ ടേം. അപ്പോൾ 37ാമത്തെ ടേം എന്ന് പറയുമ്പോൾ A + n-1 36 × D എത്രയാണ് അവർ തന്നിരിക്കുന്നത്? 3 ആണ്. അപ്പോൾ 111 കിട്ടും. അപ്പോൾ 111 വരെയാണ്. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. ഇനി ഈ കോമൺ എ പി ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ കോമൺ എ പിന്റെ ആദ്യത്തെ ടേം എന്തായിരിക്കും? ആദ്യം നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കോമൺ നമ്പർ ഏതാ? 9 ആണ്. അപ്പം 9 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? D1 D2 LCM അത് 15 ആണ്. അപ്പം 15 ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യാം. അപ്പോൾ 15 ആഡ് ചെയ്ത് പോകുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കിത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോലും എഴുതാം, വെറുതെ എഴുതി വെക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ. 15 ആഡ് ചെയ്യുമ്പോൾ 24, ഇനി 15 ആഡ് ചെയ്യുമ്പോൾ 39, പിന്നെ 54, പിന്നെ 69, പിന്നെ 84, പിന്നെ 99 കഴിഞ്ഞു. ഇനി അടുത്ത ടേമും കൂടി എഴുതി കഴിഞ്ഞാൽ അത് 114 ആവും. 111 ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ എത്ര ടേം ഉണ്ട്? 7 ടേമാണ് ഉള്ളത്, കോമൺ ടേംസ് ഉള്ളത്. അപ്പോൾ ആക്ച്വലി എത്ര വരെ പോകണമെന്നുള്ളത് ഇനീക്വാളിറ്റി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക പോലും വേണ്ട. കാരണം എന്താ? വളരെ സിമ്പിൾ. 15 അല്ലേ കോമൺ ഡിഫറൻസ്. 9, 24, 39, 54, 69, 84, 99 വരെ എഴുതി വെക്കി. 7 ടേംസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ.